ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖിൽ. എക്സാം എഴുതി കഴിഞ്ഞാൽ എല്ലാവരുടെയും ആദ്യത്തെ ഒരു ടെൻഷൻ ഇത് പാസ്സാവോ, കിട്ടുമോ എന്നുള്ളതൊക്കെയാണ്. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത കട്ട് ഓഫ് എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് എന്തേരാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. എക്സാം എല്ലാം ഓൾമോസ്റ്റ് കഴിയാറാകുമ്പോഴത്തേനും നമുക്കറിയാം നമ്മുടെ കൂടെ എഴുതിയ എത്ര പേരുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വന്ന കട്ട് ഓഫ് എന്താണ്, അതിൻ്റെ തലേ പ്രാവശ്യം വന്ന കട്ട് ഓഫ് എന്താണ്, ഇപ്രാവശ്യം വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് എന്താണ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് എത്രയാണ്, ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നെറ്റ് കിട്ടും. നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എക്കണോമിക്സിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കുന്ന കട്ട് ഓഫ്, JRF വന്നേക്കുന്ന കട്ട് ഓഫ് 210 ആണ്. 210 പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാതെ ഏതാണ്ട് 70%. അതായത് ആകെയുള്ള 300 മാർക്കിന്റെ ചോദ്യത്തിനകത്ത് 210 മാർക്ക് കിട്ടിയാൽ 70% മാർക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് സെക്യൂർ ചെയ്ത് കഴിഞ്ഞു? JRF സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. അസിസ്റ്റന്റ് പ്രൊഫസറിന് വന്നേക്കുന്നത് 182 മാർക്കാണ്. 182 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 60 ശകലം ആണ് ഈ പറയുന്ന ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 154 PhD കട്ട് ഓഫ്. PhD ഇപ്പോൾ നമുക്ക് 3 കാറ്റഗറി റിസൾട്ട് ഉണ്ടെന്ന് അറിയാൻ, അത് പറയാൻ വിട്ടുപോയി. 3 കാറ്റഗറി റിസൾട്ട് നമുക്കുണ്ട്. നേരത്തെ നമുക്ക് 2 കാറ്റഗറി ഉണ്ടായിരുന്നുള്ളൂ. അസിസ്റ്റന്റ് പ്രൊഫസർ നെറ്റ് എന്ന് പറയുന്നത്, JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അതുകൂടാതെ PhD എൻട്രൻസിന് അല്ലെങ്കിൽ PhD അഡ്മിഷന് മാൻഡേറ്ററി ആയിട്ട് നെറ്റ് വരുന്നു എന്ന് പറയുന്ന വാർത്തകൾക്കിടയിൽ നമുക്ക് വന്ന ഒരു കാറ്റഗറിയാണ് PhD ഓൺലി എന്ന് പറയുന്ന കട്ട് ഓഫ്. ഒരു വർഷം മാത്രം വാലിഡിറ്റി, അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു വർഷം മാത്രം വാലിഡിറ്റി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷനാണ് PhD ഓൺലി എന്ന് പറയുന്ന നെറ്റ്. അതിന് 154 മാർക്കായിരുന്നു. 154 മാർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതാണ്ട് 51% മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം PhD ഓൺലി കട്ട് ഓഫ് ആയിട്ട് എക്കണോമിക്സിന് വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം എക്കണോമിക്സ് പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നുള്ളത് കൊണ്ടും, ഈ വർഷം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ച് ആളുകൾ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും ഈ കട്ട് ഓഫുകളെല്ലാം ശകലം മുന്നോട്ട് പോകാനാണ്. ഇതൊരു 70 എന്ന് പറയുന്നത് ഒരു 71 72 ആയിട്ടും, ഈ 182 എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു 190 വരെയൊക്കെ ആയിട്ടും, 154 എന്ന് പറയുന്നത് ഒരു 160 വരെയൊക്കെ ആയിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. വർദ്ധിക്കാനാണ് ഈ പ്രാവശ്യം സാധ്യത. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ പ്രാവശ്യത്തെ എല്ലാ എക്സാം എഴുതിയേക്കുന്നവർക്ക് ഫസ്റ്റ് പേപ്പറിനെ അപേക്ഷിച്ച് സെക്കൻഡ് പേപ്പർ, ഈ എക്കണോമിക്സിൻ്റെ പേപ്പർ എളുപ്പമായിരുന്നു എന്നൊരു അഭിപ്രായം പൊതുവെ ഉണ്ട്. എക്സാം എളുപ്പമാകുന്നതനുസരിച്ച് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഈ പറയുന്ന കട്ട് ഓഫ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ എക്സാം എഴുതിയേക്കുന്നവരുടെ എണ്ണവും വളരെ തീർത്തും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളത്. പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കുറഞ്ഞു പോയതുകൊണ്ടാവാം, പല കാരണങ്ങളുണ്ടാവാം എക്സാം എഴുതിയ ആളുകളുടെ എണ്ണം കുറവാണെന്ന് പറയുന്നത് കട്ട് ഓഫിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എളുപ്പമായിരുന്നുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഇപ്രാവശ്യം എല്ലാത്തിൻ്റെ ഉയരാനാണ് സാധ്യത. അതുകൊണ്ട് എക്കണോമിക്സിൻ്റെ ഉയരാനാണ് സാധ്യത. മാനേജ്മെൻറ്റ് മറ്റു വിഷയങ്ങളെ പോലെ തന്നെ ഒരുപാട് പേര് അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാമാണ് മാനേജ്മെൻറ്റിൻ്റെ എക്സാമും. അതിനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം 214 മാർക്കാണ്. 210 70% 71% മേളിലാണ് മാനേജ്മെൻറ്റിൻ്റെ JRF എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് JRF എത്രയാണ്? മാനേജ്മെൻറ്റിൻ്റെ നെറ്റ് എന്ന് പറയുന്നതും 61% മേളിലായിരുന്നു. ഇതുപോലെ തന്നെ PhD കാറ്റഗറി എന്ന് പറയുന്നതും നമുക്ക് ഈ പറയുന്ന പോലെ 53% മേളിലാണ് PhD കാറ്റഗറി നെറ്റ്, ജനറൽ കാറ്റഗറി നെറ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ എക്സാമും കഴിഞ്ഞതാണ്. മാനേജ്മെൻറ്റിൻ്റെ നെറ്റും ഈ പറയുന്നത് പോലെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് എളുപ്പമായിരുന്നു. സെക്കൻഡ് പേപ്പർ ഇതുവരെ നടന്ന എല്ലാ എക്സാമുകളുടെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് കൂടാനാണ് സാധ്യത. ഈ 71 എന്ന് പറയുന്നത് നമുക്കൊരു 73 വരെയൊക്കെ, ഒരു 2% വർദ്ധിക്കാനുള്ള സാധ്യത നമുക്ക് കാണാം. ഇത് 184 190 വരെയൊക്കെയും, അല്ലെങ്കിൽ ഈ 162 ഒരു 170 വരെയൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത നമുക്ക് ഈ പറയുന്ന ഈ വർഷം ഉണ്ട് എന്ന് പറയുന്നത് ഒത്തിരി ദൂരമായിട്ടുള്ളൊരു കാര്യം അല്ല. രണ്ടാമത് നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്ന ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി നമുക്ക് പെർസെൻറ്റൈലാണ് റിസൾട്ട് വരുന്നത്. മാർക്ക് നമുക്കറിയില്ല. ഏറ്റവും വരുന്നൊരു കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം PhDക്ക് വന്നേക്കുന്നത് 99.79 ആണ്. ഇതിന് മേലോട്ട് എവിടെ എത്താം എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ്. എന്നിരുന്നാലും ഈ പറയുന്നത് 99.79 എന്ന് പറയുന്ന ഒരു 99.82 വരെയെങ്കിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആകെ ജനറൽ കാറ്റഗറിയിൽ 135 പേർക്കാണ് JRF കിട്ടിയിരിക്കുന്നത്. 135 വലിയൊരു നമ്പറൊന്നും അല്ല. 135 എത്രയോ ലക്ഷം പേര്, എത്രയോ 10,000 കണക്കിന് ആളുകൾ എഴുതുന്നതിൻ്റെ അതാണ്. 135 പേര് മാത്രമാണ് ജനറൽ കാറ്റഗറിയിൽ, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എത്തിക്കാനായിട്ട് പറ്റിയേക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 97% നമുക്ക് ഈ പറഞ്ഞ പോലെ നെറ്റിൻ്റെ ഇതായിട്ട് കൊടുത്തേക്കുന്നത്. ഈ 97 എന്ന് പറയുന്നത് ഒരു 98 വരെയെങ്കിലും ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത അവിടെ. ഈ 87% PhDക്കുള്ള കട്ട് ഓഫ് ഒരു 90 വരെയെങ്കിലും വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ദൂരോട്ടല്ല. ഹിസ്റ്ററിയുടെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി വരുന്നത് കൊമേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഒത്തിരി പേര് എഴുതുന്ന ഒരു വിഷയമാണ് കൊമേഴ്സ്. കൊമേഴ്സിനും കഴിഞ്ഞ പ്രാവശ്യം 99.84. നമ്മൾ ഹിസ്റ്ററി കണ്ടപ്പോൾ നമ്മൾ ഓർത്ത് 99.79 ഭയങ്കര കൂടുതലാണ്. ഇവിടെ 99.84 കഴിഞ്ഞ വർഷം തന്നെ ഉണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൊമേഴ്സിൻ്റെ പരീക്ഷ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ 99.84 എവിടെ വരെ വരും? 99.9 വരെയൊക്കെ വരാനുള്ള സാധ്യത JRFിൻ്റെ കാര്യത്തിൽ ഉണ്ട്. 97 എന്നുള്ള 98 വരെയും
ഒരു 90 എന്ന് പറയുന്നത് ഒരു 92 വരെയൊക്കെ വരാനുള്ള സാധ്യത കൊമേഴ്സിൻ്റെ കാര്യത്തിൽ. കൊമേഴ്സ് ഒത്തിരി പേര് എഴുതുന്ന എക്സാമാണ്. ഇപ്രാവശ്യം അറ്റൻഡൻസ് കുറവാണെങ്കിൽ കൂടി എഴുതിയവരെല്ലാം മികച്ചവരായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കട്ട് ഓഫ് ഭയങ്കര കൂടുതൽ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ ഈ അടുത്തൊരു വിഷയം സോഷ്യൽ വർക്ക് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു എക്സാമാണ് സോഷ്യൽ വർക്കിൻ്റെ, അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ വന്ന് ചെയ്യുന്ന ഒരു കോഴ്സാണ് സോഷ്യൽ വർക്ക്, സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങൾ. അവിടെയും 72% JRFിൻ്റെ കട്ട് ഓഫ്, 63-64% നെറ്റിൻ്റെ കട്ട് ഓഫ് വരുന്നത്. ഇനി 53-54% നമുക്ക് ഈ പറയുന്നത് പോലെ PhD ഉള്ളി കട്ട് ഓഫും വരുന്നത്. നിങ്ങൾ PhD ചെയ്യാൻ പോകുന്നവരായാലും നെറ്റ് എഴുതാൻ പോകുന്നവരായാലും JRF എഴുതാൻ പോകുന്നവരായാലും നിങ്ങൾ ഇതിനേക്കാളും മുകളിലൊരു കട്ട് ഓഫ് ഇനി എക്സ്പെക്ട് ചെയ്യാനായിട്ട് ഉള്ളൂ. 220-222 മാർക്കൊക്കെ ആയിരിക്കും നമുക്ക് ഈ പറയുന്നത് പോലെ JRFന് വരാൻ സാധ്യതയുള്ളൊരു കട്ട് ഓഫ്. 190, 200, 201 വരെയൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. നെറ്റിൻ്റെ കാര്യത്തിൽ 164 മാർക്ക് എന്നുള്ളത് നമുക്കൊരു 170 വരെയോ 175 വരെയോ ഒക്കെ ഉയരാൻ സാധ്യത ഉണ്ട്. PhD ഉള്ളിയുടെ കാര്യത്തിൽ എക്സാം പൊതുവെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് കട്ട് ഓഫ് വർദ്ധിക്കാനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്. പക്ഷേ ഇത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഈ പറയുന്നത് നമുക്ക് ഈ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ആൻസർ കീ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അറിയാവുന്നത് എത്ര ചോദ്യങ്ങൾ ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്ത് പോയി. അങ്ങനെയുള്ള ചോദ്യങ്ങളുടെയൊക്കെ മാർക്ക് എല്ലാവർക്കും കിട്ടിക്കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം നിങ്ങളുടെ മാർക്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും നിങ്ങൾ കട്ട് ഓഫ് കാണുമ്പം ഇല്ല എന്നുള്ളതാണ്. ഇനി ഹോം സയൻസിൻ്റെ പ്രത്യേകത, ഹോം സയൻസ് എഴുതുന്നവർക്കും ഫുഡ് സയൻസും ഫുഡ് ടെക്നോളജിയും ക്വാളിറ്റി കൺട്രോളും ഒക്കെ എഴുതുന്നവർക്കും തുല്യത കിട്ടുന്ന ഒരു എക്സാമാണ് ഹോം സയൻസിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സയൻസ് വിഭാഗത്തിലുള്ളവർ എഴുതുന്ന ഈ എക്സാമിനേഷനും കട്ട് ഓഫ് 214 എന്ന് പറയുന്നത് ഏതാണ്ട് 71%, 188 എന്ന് പറയുന്നത് ഏതാണ്ട് 62% മിച്ചമാണ്, 166 എന്ന് പറയുന്നത് ഏതാണ്ട് 52%, 53% ഒക്കെയാണ് എന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. ഇതും ഈ പറയുന്ന പോലെ 214, 220 വരെ വരാം. 188 എന്ന് പറയുന്നത് 194 വരെയൊക്കെ ഉയരാം. 166 എന്ന് പറയുന്നത് 170, 175 വരെയൊക്കെ ഉയരാം. ഇങ്ങനെ കട്ട് ഓഫ് ഹോം സയൻസിൻ്റെ ഈ പ്രാവശ്യം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. പേപ്പർ 1 ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ പാർട്ടായിട്ടും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാർട്ടായിട്ടും ഒക്കെ കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ക്രോണോളജി ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അറേഞ്ച്മെൻറ്റ് അതിന് ഒത്തിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും പേപ്പർ 2 കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. എല്ലാ വിഷയത്തിൻ്റെയും കട്ട് ഓഫിനെ സാരമായി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ ഈ വർഷം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതൊന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി അവസരം മുന്നോട്ട് കിടക്കുകയാണ്. അതിനാണ് നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇംഗ്ലീഷിൻ്റെ കാര്യം കൂടെ പറയാനുണ്ട്. ഇംഗ്ലീഷ് 99.8 നമ്മൾ മുമ്പേ നോക്കിയപ്പോൾ 99.8 കണ്ടത് എനിക്ക് തോന്നുന്നു കൊമേഴ്സിനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ JRF എക്സ്പെക്ട് ചെയ്യാൻ പറ്റും 99.9 ആയിരിക്കും. 97 എന്നുള്ളത് ഒരു 98 98.5 ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. 87 എന്ന് പറയുന്നത് എന്തായാലും ഒരു 90 വരെയൊക്കെ വരാതെ PhD ക്വാളിഫൈ ചെയ്യാമെന്നാലും കരുതുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ അപ്രാപ്യമായിട്ടുള്ളൊരു സ്കോറൊന്നും അല്ല, ആർക്കും കിട്ടാത്ത സ്കോറൊന്നും അല്ല. ഉറപ്പായിട്ടും ഈ പറയുന്ന ഇത്രയും നമ്പറുകൾ വരണം നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. അതിന് നമ്മൾ ഈ പറയുന്ന ടെൻഷൻ അടിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായൊരു പ്രിപ്പറേഷൻ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ആവശ്യമുള്ളൂ. കൃത്യമായൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറുകളിൽ ഒരാൾ നമ്മളാവും, ഉറപ്പായിട്ടും നമ്മളാവും. നോക്കാം, പൊളിറ്റിക്കൽ സയൻസിനും വന്നേക്കുന്നത് 99.73, 99.85 വരെയൊക്കെ നമുക്ക് ഇതും വർദ്ധിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. 96 ഉറപ്പായിട്ട് ഒരു 97 ആവും. 83 ഉറപ്പായിട്ട് ഒരു 84, 86 വരെയൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എഴുതുന്നവരുടെ എണ്ണം കേരളത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യയിലും ഒക്കെ ഒരുപാട് കുറവൊന്നുമല്ല. പക്ഷേ ഇപ്രാവശ്യം ഈ പറയുന്ന പോലെ എല്ലാ വിഷയത്തിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കുറവായത് റിസൾട്ടിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ ഏത് വിഷയത്തിൻ്റെ ഈ പറയുന്ന കിട്ടിയവരുടെ എണ്ണത്തിൽ എത്താൻ ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ ഈ പറയുന്ന വിക്ടറി ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, പ്രോപ്പറായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ കണ്ട ഏതെങ്കിലും ഒരു നമ്പർ ആകാൻ നമ്മളെ കൊണ്ട് എളുപ്പത്തിൽ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കാണുന്ന റിസൾട്ടുകളിൽ അല്ലെങ്കിൽ ഈ കണ്ട മാർക്കിലൊന്നും അല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ്. നമുക്ക് ആ റിസൾട്ടിന് അത്രയും മതി. അങ്ങനെ എത്തിച്ച 14,509 പേരുടെ ചരിത്രം പറയാനുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങൾ ഈ ജൂൺ 2025 വിക്ടറി ബാച്ചിൽ ജോയിൻ ചെയ്യാതെ മാത്രം മതി. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് കൂട്ടത്തിൽ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൃത്യമായ കോഴ്സ് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യും, പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ നെറ്റ് JRF നിങ്ങളുടെ ലക്ഷ്യം ഏതാണോ അവിടെ എത്താൻ നിങ്ങളെ കൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് പറ്റും. അതിന് ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള വാക്കാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ തരാൻ പറ്റുന്നത്. താങ്ക് യു.